CMRL കേസിൽ ഡൽഹി ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കും. SFI അന്വേഷണത്തിനെതിരായ ഹർജിയിലാണ് ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കുക. അതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് CMRLന്റെ ആവശ്യം പക്ഷേ കോടതി തള്ളി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ആ കേസ് വീണ്ടും വാദം കേൾക്കാൻ ഡൽഹി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. തീയതി അടക്കം തീരുമാനിച്ചിട്ടുണ്ടോ? എത്രത്തോളം നിർണായകമാണ് ഈ തീരുമാനം? മാധു, ഈ കേസിൽ അതായത് CMRL എക്സാലോജിക് ഇടപാടിനെ സംബന്ധിച്ച് അതിൽ SFI നടത്തുന്ന അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജിയിൽ നേരത്തെ ഡൽഹി ഹൈക്കോടതി വിശദമായ വാദം കേട്ടിരുന്നു. തുടർന്ന് ഈ CMRLും SFIയും തങ്ങളുടെ വാദം ഈ ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം പൂർത്തിയായെന്ന് SFI കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഡിസംബർ 23-ന് ഈ ഹർജി, അതായത് CMRLന്റെ ഹർജി വിധി പറയാനായി മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം അവസാനം ഈ കേസിൽ വാദം കേട്ടിരുന്ന ജസ്റ്റിസ് CD സിംഗിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതി കൊളീജിയം സ്ഥലം മാറ്റിയത്. തുടർന്ന് ഈ CMRL ഹർജി പുതിയ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് ജസ്റ്റിസ് CD സിംഗ്, ചന്ദ്രധാരി സിംഗ് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ DK ഉപാധ്യായോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് DK ഉപാധ്യായ ഈ കേസ് ജസ്റ്റിസ് ഗിരീഷ് കട്പാലിയുടെ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തത്. ഇന്ന് ഈ ഹർജി ആ ബെഞ്ചിന് മുമ്പാകെ ആദ്യമായി വരികയും ചെയ്തു. തുടർന്ന് ജൂലൈയിൽ ഈ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് ജസ്റ്റിസ് ഗിരീഷ് കട്പാലി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരിക്കൽ വാദം കേട്ട് പൂർത്തിയായ നടപടികളെല്ലാം പൂർത്തിയായ കേസിലാണ് ഇപ്പോൾ വീണ്ടും വാദം കേൾക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഈ അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് തുടർ നടപടികൾ സ്റ്റേ അനുവദിക്കണമെന്ന് CMRL ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ സ്റ്റേ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊരു കാര്യം, നേരത്തെയും ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് കേട്ടിരുന്ന സമയത്തും ഈ CMRL സ്റ്റേ ആവശ്യം ചോദിച്ചിരുന്നുവെങ്കിലും അന്വേഷണത്തിന് സ്റ്റേ നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണവും മറ്റും SFI പൂർത്തിയാക്കിയത്. പക്ഷേ വാക്കാൽ ഈ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചിരുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷമേ ഉണ്ടാകൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് വാക്കാൽ അറിയിച്ചിരുന്നത്. ഹർജി വാദം വീണ്ടും ജൂലൈയിൽ കേൾക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.